friends, welcome back to Rainingvoice. It's me Rani. വളരെയധികം കാത്തിരുന്ന് മെയ് 6th ആയി. ഇന്നാണ് നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 6:30 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എയർപോർട്ടിൽ നമ്മൾ ഒരു 7 മണിക്ക് വന്നു. നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റെപ്പ് ചെക്ക് ഇൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ലഗേജ് ഒക്കെ നമ്മൾ കയറ്റി വിട്ടു. അപ്പോൾ നമുക്ക് അലൗഡ് ആയിട്ടുണ്ടായിരുന്നത് ശ്രീലങ്കൻ എയർലൈൻസ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ 2 30 kg ബാഗും അതുപോലെ തന്നെ 2 7 kg ബാഗും അതുപോലെ ലാപ്ടോപ്പ് ബാഗും ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുത്തിയിരുന്ന ആ ലിസ്റ്റൊക്കെ നോക്കിയിട്ട് ലാപ്ടോപ്പ് ബാഗിൽ എന്ത് വയ്ക്കാം, അതുപോലെ തന്നെ അതിൽ കുട ഞങ്ങൾ വെച്ചു. ക്യാമറ എടുക്കാന്ന് കണ്ടപ്പോൾ 2 പേരും ഓരോ ക്യാമറ എടുത്തു. ഇങ്ങനെയെല്ലാമാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ലഗേജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് 30 kg ഒരു 30.5 ആയിരുന്നു 2 ബാഗ് ഉണ്ടായിരുന്നു. അത് സീനിലായിരുന്നു, നേരെ കയറ്റി വിട്ടു. അതിനുശേഷം നമ്മുടെ 7 kg ഒരു 7.5 kg ഒക്കെ ഉണ്ടായിരുന്നു. അതിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ ലാപ്ടോപ്പ് ബാഗ് കണ്ടപ്പോൾ അവർ ചോദിച്ചു 2 പേർക്ക് ലാപ്ടോപ്പ് ഉണ്ടോ. ഞങ്ങൾ പറഞ്ഞാൽ 2 പേർക്ക് ലാപ്ടോപ്പ് ഉണ്ട്. അത് പക്ഷേ വെയിറ്റ് നോക്കിയപ്പോഴത്തേക്കും എമ്മിൻ്റെ ലാപ്ടോപ്പ് ഇത്തിരി ഹെവി ആയിരുന്നു. അത് ടോട്ടൽ അതും അതിൻ്റെ ചാർജറും എല്ലാം കൂടി ഒരു 5 kg എടുത്ത് വന്നു. അപ്പോൾ അതിൽ നിന്ന് അവർ പറഞ്ഞാൽ പുടയൊക്കെ എടുത്തിട്ട് 7 kg മാറ്റിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ മാറ്റി. ആ ഒരു വൈകിൽ സീനൊന്നും ഉണ്ടായില്ല. അതിനുശേഷം ഞങ്ങളുടെ ഒരു സെപ്പറേറ്റ് ഇപ്പോൾ ലേഡീസിന് ഹാൻഡ് ബാഗ് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ഹാൻഡ് ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു ക്യാമറ മാത്രമായിരുന്നു. അപ്പോൾ അവർക്കൊരു ഡൗട്ട്, 2 പേർക്ക് ഇൻഡിവിജ്വലായിട്ട് ലാപ്ടോപ്പും എടുക്കാം, ആ കൂട്ടത്തിൽ ക്യാമറ എടുക്കാവോ എന്നുള്ളത്. നമ്മൾ പറഞ്ഞു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, ലിസ്റ്റിൽ കണ്ടുകൊണ്ടാണ് എടുത്തതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അതൊന്ന് വെയ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വെയ് ചെയ്തപ്പോഴത്തേക്ക് അത് 2 kg ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിരുന്നത് 2 kg ആണെങ്കിൽ ഓക്കെ ആണെന്ന്. അത് കൃത്യം 2 kg ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിൽ കടന്നു പോന്നു. ബാഗെല്ലാം വിട്ടിരിക്കുന്നത് മെൽബൺ വരെയുള്ളതാണ്. ഇതിനിടയ്ക്ക് ഒരു സെൽഫ് ട്രാൻസ്ഫർ വരും. കാരണം ഇതൊരു 3 കണക്റ്റഡ് ഫ്ലൈറ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് കൊളംബോയിൽ പോന്നു. കൊളംബോയിൽ നിന്ന് നമ്മൾ മെൽബൺ പോന്നു. മെൽബണിൽ നിന്നാണ് നമ്മൾ അഡ്ലൈഡിലേക്ക് പോകുന്നത്. അപ്പം മെൽബണിൽ ചെന്നതിന് ശേഷം ഫുള്ളെല്ലാം ചെക്കിങ് ഉണ്ടായിരിക്കും ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബാഗെല്ലാം കയറ്റി വിട്ട് കൊടുത്തില്ല. അവരൊരു ഉപകാരം ചെയ്തു. 7 kg ഒരു ബാഗും കൂടെ അവർ അതിൽ കയറ്റി വിട്ടു. അപ്പോൾ നമുക്കൊരു ബാഗും കൂടി ഇപ്പോൾ നടന്നാൽ മതി. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ടൊരു 1.5 മണിക്കൂർ ഇവിടെ വെയിറ്റിംഗ് ഉണ്ട്. 10:20 നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ബോർഡിങ് ഒരു 10 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ വന്നിട്ട് ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് പോയിട്ട് ഒരു കോഫി കുടിക്കാം. പെട്ടെന്ന് സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ കോഫി ഒക്കെ കുടിച്ച് ഇവിടെ ഇരിക്കുന്നേ. അപ്പം നമുക്ക് ഒരുമിച്ച് ഓസ്ട്രേലിയയിലേക്ക് ട്രാവൽ ചെയ്യാം. ഒരു കോമഡി വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടുന്ന് കൊളംബോയ്ക്കല്ലേ ബുക്ക് ചെയ്തത്. അപ്പോൾ ഇനീഷ്യലി അവിടുത്തെ വെയിറ്റിംഗ് ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ 3 hour ആയിരുന്നു. അതായത് നമുക്ക് ഇന്ന് വൈകുന്നേരം 6 o'clock ഫ്ലൈറ്റ്. അവരെന്ത് ചെയ്തു, അവരത് തന്നെ ക്യാൻസൽ ചെയ്ത് മോർണിംഗിലേക്ക് റീബുക്കായി. അപ്പം 12 hour വെയിറ്റിംഗ് ആണ് കൊളംബോയിൽ വന്നേക്കുന്നത്. നമുക്ക് കൊളംബോയിലെ എയർപോർട്ട് വിശദമായിട്ട് നടന്ന് കാണാനുള്ള സമയമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കോഫി കുടിയും കഴിഞ്ഞ് ഇഷ്ടംപോലെ സമയം ബാക്കിയുള്ളതുകൊണ്ട് നമ്മൾ ഗേറ്റിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ വെയിറ്റിംഗ് ആണല്ലോ. ഇതൊക്കെ വെറും സാമ്പിളാണ്. ഇനി വെയിറ്റിംഗ് അങ്ങ് കിടക്കുകയാണ്. നമ്മുടെ 15 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു നമുക്ക് ഇന്ത്യ ടു ഓസ്ട്രേലിയ. അത് ഒരു ഫ്ലൈറ്റ് ക്യാൻസലായി കഴിഞ്ഞപ്പോൾ 12 hours ഡിഫറൻസ് ആണ് വന്നത്. 26 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റാണ് ഇപ്പോൾ. അടിപൊളിയല്ലേ? അങ്ങനെ നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റിലേക്ക് നടക്കുന്ന സീനാണ് കേട്ടോ ഈ കാണുന്നത്. ശരിക്കും നമുക്ക് 2 ഫ്ലൈറ്റായിട്ട് പോകാൻ പറ്റും. ഒറ്റ സ്റ്റോപ്പുള്ള യാത്രകളുണ്ട്. അതും ഏകദേശം ഈ 16 hours പ്ലസ് ആണ് വരിക. അപ്പോൾ ഞാനിത് ബുക്ക് ചെയ്യുന്ന സമയത്ത് റേറ്റ് കുറഞ്ഞതും ഏറ്റവും ടൈം കുറഞ്ഞതൊക്കെ ആയിട്ടുള്ളൊരു യാത്ര കണ്ടത് ഈ 3 ഫ്ലൈറ്റുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഫ്ലൈറ്റ് കയറുന്നതിന് ഏകദേശം ഒരു 2 ആഴ്ചക്കിടയിലാണ് ഈ ക്യാൻസലേഷനൊക്കെ കിടന്നിട്ടോ. അപ്പോൾ ഇവരൊരു ഇമെയിലായിട്ടാണ് വിട്ടത്, വിളിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ സ്ഥിരം ഇമെയിൽ ചെക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് ഇതൊക്കെ കണ്ടു. അല്ല, ചെക്ക് ചെയ്യാത്ത ആൾക്കാർ ഇടയ്ക്ക് മിസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഫ്ലൈറ്റ് നേരെ കൊളംബോയിലേക്കാണ്. നമ്മുടെ ശ്രീലങ്കയിലാണ് കൊളംബോ. അപ്പോൾ ജസ്റ്റ് ഒരു 1 hour 10 minutes ഫ്ലൈറ്റേ ഉള്ളൂ. ഇത് ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് പോലെയൊക്കെ ഇരിക്കും. ചെറിയ ഫ്ലൈറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു സിക്ക് ഫീലിംഗ് തോന്നും. ഹെവിയൊക്കെ അടഞ്ഞു പോയിട്ടൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നും. നമ്മുടെ ചെറിയ ഫ്ലൈറ്റിനൊക്കെ എപ്പോഴും ഉള്ളതാണ് കേട്ടോ ഇത്. പിന്നെ ചെറിയൊരു ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഒരു വെജ് റോളാണ് കിട്ടിയത്. പിന്നെ കുടിക്കാൻ ആപ്പിൾ ജ്യൂസും അങ്ങനെയൊക്കെ കിട്ടി. കഴിച്ചത് കഴിഞ്ഞ് അവൾ കിടന്നുറങ്ങി. ഞാനും കുറച്ച് നേരം കണ്ണടച്ച് കിടന്നു. ഫ്ലൈറ്റ് ഒരു 1 മണിക്കൂറായിരുന്നു. പെട്ടെന്ന് സമയം പോയി. നമ്മൾ പെട്ടെന്ന് എത്തിയ പോലെയാണ് തോന്നിയത് കേട്ടോ.
ഇന്ന് തുടങ്ങാൻ പോകുന്നത് വേഗം പോയി എവിടെയെങ്കിലും മൂലയ്ക്ക് തിരിക്കാം. നമ്മള് 1 hour ഫ്ലൈറ്റ് കഴിഞ്ഞ് ശ്രീലങ്കയിൽ വന്ന് ലാൻഡ് ചെയ്തു. പെട്ടെന്ന് നടന്നു കേട്ടോ, എല്ലാം പെട്ടെന്ന് നടന്നു. എയർപോർട്ടിൽ വന്ന് കയറുമ്പോൾ തന്നെ വെൽക്കം ചെയ്യാൻ ഇവിടെ ബുദ്ധനൊക്കെയാണ് കഴിയുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിസ ഓൺ അറൈവലാണ്. നമുക്ക് ഇവിടെ ചെന്ന് വിസ വാങ്ങിച്ച് പുറത്ത് പോകാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. ലോങ് അവർ വെയിറ്റിംഗ് ഒക്കെ ഉള്ളവർക്ക് ഇവിടെ വിസ ട്രാൻസിറ്റ് വിസ എടുത്ത് പുറത്ത് പോകാനും പറ്റും കേട്ടോ. നമ്മളിവിടെ പിസാറ്റിൽ വന്ന് കയറിയൊക്കെയുണ്ട്. ഇവിടെ നമുക്ക് 2 പിസയൊക്കെ വാങ്ങിച്ച് അമേരിക്കൻ ഡോളറിലാണ് കേട്ടോ പേയ്മെൻറ്റ്. നമ്മുടെ UK കാർഡൊക്കെ വെച്ചിട്ട് വിസ കാർഡ് വെച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ ഇത് കഴിക്കാതിരിക്കുകയാണ്. നമ്മൾ പിസ്സ ഹട്ടിൽ നിന്ന് ഒരു പിസ്സയൊക്കെ കഴിച്ചിറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 9 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ജസ്റ്റ് ഇവിടെ ഒക്കെ ഒന്ന് നടന്ന് കാണാം ഫസ്റ്റിലെ. അപ്പോൾ കൊളംബോയിലെ എയർപോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ എയർപോർട്ടൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ നടന്നൊന്ന് കാണാനുള്ളൊരു സ്ഥലം മാത്രമേ ഉള്ളൂ. ഇത് അറൈവലായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ കയറി ചുറ്റുപാടും ഒന്ന് നോക്കി കണ്ടു. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഇവിടെ വരുമ്പോൾ ശ്രീലങ്കൻ റുപ്പീസ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടതെന്നാണ്. പക്ഷെ ഇവിടെ ഫുള്ള് എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഫുള്ള് ശ്രീലങ്കൻ റുപ്പീസ് കയ്യിലുണ്ടെങ്കിൽ പോലും കൺവേർട്ട് ചെയ്ത് അമേരിക്കൻ ഡോളേഴ്സ് ആക്കിയിട്ട് അമേരിക്കൻ ഡോളേഴ്സ് വെച്ചിട്ട് വേണം ഇവിടെ ഫുൾ പേയ്മെൻറ്റ് നടത്താനുണ്ടാവും. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിസ കാർഡ് കയ്യിലുണ്ടാവണം എന്നുള്ളതാണ്. എൻ്റെ വിസ കാർഡ് ഉണ്ടായത് എൻ്റെ ഗൂഗിൾ വാളറ്റിലായിരുന്നു. ഞങ്ങൾ UK യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഗൂഗിൾ വാളറ്റാണ്. അപ്പോൾ ഗൂഗിൾ പേ പോലെ യൂസ് ചെയ്യുന്ന സാധനം. പക്ഷെ ആ സാധനം ഇവിടെ വന്നപ്പോൾ ആ ആപ്പ് വർക്ക് ചെയ്യുന്നില്ല. കാരണം അത് ഈ ലൊക്കേഷനിൽ അത് അവൈലബിൾ അല്ല. അതുകൊണ്ട് അപ്പോൾ ഗൂഗിൾ വാളറ്റിൽ വയ്ക്കാതെ കയ്യിലൊരു വിസ കാർഡ് വേണ്ടത് അത്യാവശ്യമാണ്. ഞങ്ങളുടെ കയ്യിൽ ഭാഗ്യത്തിനൊരു വിസ കാർഡ് ഉണ്ടായിരുന്നു. അതിലിട്ട് പിന്നെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തെടുത്തിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാസ്വേഡ് അവിടുത്തെ ഇൻഫർമേഷൻ ഡെസ്കിന് പോലും അറിയില്ല. അതൊക്കെ ചോദിച്ച് കണ്ടുപിടിക്കണം. പിന്നെ അത് കണക്ട് ചെയ്താൽ തന്നെ അത് 3 മണിക്കൂറത്തേക്ക് ഒരു മൊബൈലിൽ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് ഒരു വലിയ കഥയാണ്. അവിടെ നടന്ന സംഭവ വികാസങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു വേറെ വീഡിയോയിൽ ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. എല്ലാവരും ഇവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കുറേയേറെ അവേഴ്സൊക്കെ എല്ലാവർക്കും ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ ഒരു കോർണർ ഇതേ ഒഴിഞ്ഞൊരു 4 സീറ്റ് എടുത്ത് ഇങ്ങനെ സാധനമൊക്കെ വെച്ച് ഇവിടെ കംഫർട്ടബിൾ ആയിട്ടിരുന്നു. ഇനി എന്താ ചെയ്യുക, വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു മൂവി കാണാൻ പോവാ. വേറെ പണിയൊന്നും ഇല്ലല്ലോ. റെസ്റ്റ് റൂമിൽ പോയി ഫുഡ് അടിക്കുക, തിരിച്ചു വന്നിട്ട് വല്ലതും മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുക. അതാണ് പണി.